മാങ്ങ കഴിച്ചിട്ട് മാങ്ങാണ്ടി കളയാതിരുന്ന ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് മാങ്ങാണ്ടിയപ്പം. ഇതുണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ട് വേണ്ടത് മാംഗോ സീഡ് തന്നെയാണ്. മാങ്ങാണ്ടി പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലെ പരിപ്പെടുക്കണേ. അതിൻ്റെ പുറമേയുള്ള തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. എന്നിട്ട് അല്പം വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കണേ. ഈ അരച്ചെടുത്ത പേസ്റ്റിന് ഭയങ്കര കയ്പ്പായിരിക്കും. ഈ കയ്പ്പ് മാറാനായിട്ട് അരച്ചതിൽ കുറച്ച് വെള്ളം ചേർത്ത ശേഷം മാറ്റി വയ്ക്കണം. ഇത് 2 ലെയറായിട്ട് തെളിഞ്ഞു വരുവേ. അപ്പോൾ പുറമേയുള്ള വെള്ളം കളഞ്ഞിട്ട് ആ ബാക്കിയുള്ള മട്ടിൽ വീണ്ടും വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കണം. അങ്ങനെ വെള്ളം തെളിഞ്ഞ് കിട്ടുന്നവരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. ഞാനിത് രാവിലെ ചെയ്തു തുടങ്ങിയതാണ്. വൈകിട്ടായപ്പോഴത്തേക്കാണ് വെള്ളം ഒന്ന് തെളിഞ്ഞു കിട്ടിയത്. അങ്ങനെ അവസാനത്തെ വെള്ളവും മാറ്റിയ ശേഷമുള്ള മട്ടിൽ കുറച്ച് അരിപ്പൊടി, തേങ്ങ ചിരകിയത്, ശർക്കര പാനി, ഒരു നുള്ളുപ്പ് എല്ലാം കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടേ. അങ്ങനെ മാങ്ങണ്ടിയപ്പം ഉണ്ടാക്കാനുള്ള മിക്സ് റെഡി. ഇതിലേക്ക് 2 ഏലക്ക ചതച്ചതും നെയ്യിൽ വറുത്തെടുത്ത ഉണക്കമുന്തിരിയും കാഷ്യും കൂടി ചേർത്ത് കൊടുത്തേ. ഇനി നമ്മൾ കിണ്ണത്തപ്പൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഒരു ചെറിയ പാത്രത്തിൽ നെയ്യ് തൂക്കി കനം കുറച്ച് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി അങ്ങ് എടുത്താൽ മതി. ഇഡ്ഡലിത്തട്ടിൽ വെച്ചും ചെയ്തെടുക്കാട്ടോ. ഈ ഒരു പഴയകാല പലഹാരം നിങ്ങളെ കഴിച്ചിട്ടുണ്ടോ?